നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു പെർഫോമൻസിലേക്കാണ്. തൊട്ടു പിറകിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ, വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് കളർഫുൾ. എന്താണ് സംഭവം? ചവിട്ട് നാടകമാണിത്. യെസ്, ചവിട്ടി പൊളിക്കാൻ പോവാണ്. പൊളിക്കല്ലേ? ഓക്കെ, റെഡി, തുടങ്ങട്ടെ. വണക്കം മഹാരാജ, നമ്മുടെ സന്തോഷ വാർത്ത അങ്ങറിഞ്ഞാലും ബാങ്കോ അറിയിച്ചാലും നമ്മുടെ മാക്ബത്ത് മക്ഡൊണാൾഡിന്റെ പൊക്കിൾ മുതൽ കവിളല്ലി വരെ വെട്ടിപ്പിളർന്നു മഹാരാജൻ. ഇവിടെ മാക്ബത്ത്, നമ്മുടെ പടനായകന് നാം ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അതാ വരുന്നു മഹാരാജൻ, നമ്മുടെ വീരശൂരനായ മാക്ബത്ത്. അംഗം ജയിച്ചവർ നമ്മൾ, വിജയപ്പടയുടെ പടവീരർ നമ്മൾ. 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 തേരും പോരാളികളും തരംഗമായി പരന്ന നേരം, തേരും പോരാളികളും തരംഗമായി പരന്ന നേരം. വാളേന്തി കരമുയർത്തി മാക്ബത്തിൻ ശക്തിയുണർത്തി. വാളേന്തി കരമുയർത്തി മാക്ബത്തിൻ ശക്തിയുണർത്തി. പൊടിപടലങ്ങൾ ഉയർന്നു പറന്നു, ശിരസുകൾ പല പല മണ്ണിലടിഞ്ഞു. പൊടിപടലങ്ങൾ ഉയർന്നു പറന്നു, ശിരസുകൾ പല പല മണ്ണിലടിഞ്ഞു. അംഗം ജയിച്ചവർ നമ്മൾ, വിജയപ്പടയുടെ പടവീരർ നമ്മൾ. അംഗം ജയിച്ചവർ നമ്മൾ, വിജയപ്പടയുടെ പടവീരർ നമ്മൾ. തരികിട്ടത് മൃതകത്തിലങ്ക് തക്കിട്ടത് മൃതകത്തതിങ്ങിണത്തം. ഡങ്കൻ അധിപന്റെ കൽപ്പന നടത്തിടും ഞാൻ പാരിലെന്നും. ഡങ്കൻ അധിപന്റെ കൽപ്പന നടത്തിടും ഞാൻ പാരിലെന്നും. മാനവ സ്നേഹാധിപനായി വാണിടുന്ന എന്നുടെ അധിപൻ. മാനവ സ്നേഹാധിപനായി വാണിടുന്ന എന്നുടെ അധിപൻ. അധിപന്റെ ഉറ്റവരം ധീര പോരാളികൾ ഞങ്ങൾ. അധിപന്റെ ഉറ്റവരം ധീര പോരാളികൾ ഞങ്ങൾ. പടക്കളം തന്നിലെ പറവകൾ ഞങ്ങൾ, പടയുടെ വിജയവും നേടിയ ഞങ്ങൾ. പടക്കളം തന്നിലെ പറവകൾ ഞങ്ങൾ. യെസ്, ചവിട്ടി പൊളിച്ചു അല്ലേ? ക്ഷീണിച്ചോ? ടയർഡായോ? എല്ലാരും നല്ല എനർജി വേണ്ട ഒരു ഇനാണ്. ഞാൻ നോക്കുമ്പോഴേ അമല ഈ കിരീടത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കായിരുന്നു. ഇവിടെ അമലേ, സൈഡിൽ നിന്ന് നിന്റെ കിരീടത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. എന്താ ഈ പ്രത്യേകത? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം പ്രത്യേക കിരീടം, ബാക്കിയുള്ളവർക്ക് വേറെ കിരീടം? ഞങ്ങള് രാജാക്കന്മാർ. ഞാൻ രാജാവ്, ഇവൻ നടനാണ്, മാക്ബത്ത് ആണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കിരീടം വരുന്നത്. ഇതും രാജാവാണ്. ഇത് രാജാവ്, ഇത് മന്ത്രി, ഇത് പ്രധാന നടൻ, ഞാനും രാജാവ്. ഭടന്മാരാണ്. വേണോ കിരീടം? വേണോ? വേണമെന്നുണ്ട് പോകുമ്പോൾ ഏതായാലും കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഒരു കളർഫുൾ ലൈറ്റ് ആയിരുന്നു. കലക്കി മറിച്ചു തന്നെ പറയാം അല്ലെ? എങ്ങനെയാണ് ഈ ചവിട്ട് നാടകം പഠിച്ചെടുത്തത്? നമ്മൾക്ക് സാധാരണ കേട്ടറിവില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കണ്ടുപരിചയം ഇല്ലാത്ത ഒരു ഐറ്റമാണ്. തിരുവാതിരക്കളി ആകട്ടെ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജനകീയമായിട്ടുള്ള ഒരു മത്സരമാണ്. പക്ഷേ ചവിട്ട് നാടകം അങ്ങനെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയം ഇല്ലാത്തൊരു ഐറ്റമാണ്. കലോത്സവ വേദികളിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ടും ചവിട്ട് നാടകം പഠിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരിശീലനം? ചവിട്ട് നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കൊക്കെ എത്തിക്കാന്നുള്ള ഒരു തോട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ക്രിസ്ത്യൻ കലാരൂപം എന്ന് മാത്രം അറിയാം. അപ്പം സ്കൂളിൽ നിന്ന് ഒരു ദിവസം വന്നിട്ട് ട്രെയിനർമാർ വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിപ്പോയതാ. അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ ഇത് അറിഞ്ഞങ്ങ് തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവം സെറ്റ് സാധനമെന്ന് മനസ്സിലായത്. പൊളി വൈബാണ്. ഇതിന്റെ കഥ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു 20 മിനിറ്റ് ആണിത് സ്റ്റേജ് നമുക്ക് തകർത്താടാൻ കഴിയും. പഠിച്ചെടുക്കാൻ ടൈം എടുത്തോ?
ഓ അത്യാവശ്യം ഒരു 2-3 മാസം ഞങ്ങൾ പഠിച്ചെടുക്കാൻ ടൈം എടുത്തു, കഷ്ടപ്പെട്ടു. പക്ഷേ കഷ്ടപ്പെട്ടാൽ അവസാനം നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. ഓക്കെ, ഏതാണ് സ്കൂൾ, എവിടുന്നാന്ന് പരിചയപ്പെടുത്തി? ഞങ്ങൾ കോഴിക്കോട് മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ പേര് ഒറ്റയടിക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ. ആദില, ശരണ്യ, അജ്ന, നിവേദ്, ലിയാൻഡ, ജിഗിന, ആനന്ദ്, മഞ്ജിമ, അൽക്ക, അർച്ചന. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വെരി മക്കളെ, വീണ്ടും കാണാം. കോഴിക്കോടിന് കപ്പടിക്കോ? കപ്പടിക്കാൻ 2ാം സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. നിലവിലെ 2ാം സ്ഥാനത്താണ്. 18-ാം തീയതി 4 മണിയാകുമ്പോ 6 കപ്പ് കൊണ്ടുപോകും. നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. ഉറപ്പല്ലേ? ഉറപ്പാണ്.